അഗജാനന പത്മാർക്കം ഗജാനനമഹർനിശം അനേകദം തം ഭക്താനാം ഏകദന്തമുപാസ്മഹേ. സരസ്വതി നമസ്തുഭ്യം വരദേ കാമരൂപിണി. വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാനിധേ. പ്രസീദ മൽഗുരോ നാഥ ജനകായ നമോ നമഃ. അഖിലാനപരാധാന്മേ ക്ഷമസ്വ കരുണാംബുധേ. പ്രസീദ മൽപ്രിയേ നാഥേ മാതൃരൂപേ നമോസ്തുതേ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ ജനാർദ്ദന. സൃഷ്ട്വാഖിലം ജഗദിദം സദസത്സ്വരൂപം ശക്ത്യാ സ്വയാ ത്രിഗുണയാ പരിപാതി വിശ്വം. സംഹൃത്യ കൽപ്പസമയേ രമതേ തഥൈകാ താം സർവജനനീം മനസാ സ്മരാമി. മാതർമേ മധുകൈടഭോഗ്രമഹിഷ പ്രാണാപഹാരോദ്യത്തെ. ഹേലാനിർമ്മിത ധൂമ്രലോചനവധേ. ഹേ ചണ്ഡമുണ്ഡാർദിനി നിശേഷീകൃതരക്തബീജദനുജേ. നിത്യേ നിസുംഭാപഹേ സുംഭധ്വംസിനി സംഹരാശു ദുരിതം. ദുർഗേ നമസ്തേംബികേ. അനന്യത്രാണൈകപ്രവണഹൃദയേ ദേവി ദിശ മേ ധനം ധാന്യം സൗഖ്യം ഹരിചരണഭക്തിം ച വിനയം. അസൂയാമാത്സര്യാദ്യനുപമമനോരോഗശമനപ്രവീണാം വാണിം സൽപ്രകരപരമാഹ്ലാദജനനിം ശ്രീ ജഗദംബികായൈ നമഃ. സർവത്ര ദേവീനാമസങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ.
അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാരുണ്യമെന്നിൽ നിറയാൻ കൽമഷങ്ങൾ ഒഴിയാൻ കാവ്യഭംഗി ഉണരാ തവ കാലിലൊന്നു തൊടുവാൻ കാവ്യഭംഗി ഉണരാൻ തവ കാലിലൊന്നു തൊടുവാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാതൃസ്വരൂപിണി വരണേ മമ മാനസത്തിൽ നിറയാൻ മാല ചാർത്തിയണയൂ മമ മാലകന്നു കഴിയാൻ മാല ചാർത്തിയണയൂ അമ്മേ മാലകന്നു കഴിയാൻ മമ മാലകന്നു കഴിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ മർത്യജന്മമനിശം തവ കീർത്തനങ്ങൾ പാടാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയെന്നിൽ കനിയാൻ ആർത്തി തീർത്തു തരണേ ശുഭവാർത്തയായി കനിയാൻ അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം ദേവി തന്റെ ചരിതം അതിസുന്ദരം വേദസാരം വ്യാസദേവരചിതം ഇതു വ്യസനജാല നാശം വ്യാസദേവചരിതം ഇതു വ്യസനജാല നാശം വ്യസനജാല നാശം അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ
ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജഗജ്ജനനീ നിന്റെ കഥകൾ ജപമന്ത്രമാക്കിന വ്യാസൻ. ജനമേ ജയനായി നൽകി ജന്മപുണ്യം അമ്മയെന്നും. ജന്മപുണ്യം അമ്മയെന്നും. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. ദേവി ഭാഗവതത്തെ ഞങ്ങൾ ദേവി നിന്നുടെ കാൽക്കൽ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അക്ഷരമലരുകളാക്കി വയ്ക്കാം അക്ഷയ പുണ്യം തരേണേ. അമ്മേ അക്ഷര പുണ്യം തരേണേ. അച്യുത പുണ്യം തരേണേ. അമ്മയെ അറിയാൻ ആ നന്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ ആ ഉണ്മയിൽ അലിയാൻ. അമ്മയെ അറിയാൻ. അമ്മയെ അറിയാൻ. സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീനാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ശ്രീമദ് ദേവി ഭാഗവതം ചതുർത്ഥസ്കന്ധം അതിലെ 7-ാമത്തെ അധ്യായത്തിൽ 12-ാമത്തെ ശ്ലോകം വരെയാണ് ഇന്നലെ നമ്മൾ അനുസ്മരിച്ചത്. ഇന്ന് 12-ാമത്തെ ശ്ലോകത്തിൻ്റെ ഉത്തരാർത്ഥവും പിന്നീട് 13 പോലുള്ള ശ്ലോകങ്ങളും പാരായണം ചെയ്യണം. വ്യാസ ഉവാച ഇതി സഞ്ചിന്യമാനം തം ഭ്രാതരം ദീനമാനസം. ഉവാച വചനം തഥ്യം നരോ ധർമ്മസുതോനുജ. നര ഉവാച നാരായണ മഹാഭാഗ കോപം യച്ഛ മഹാമതേ. ശാന്തം ഭാവം സമാശ്രിത്യ നാശയാഹംകൃതിം പരാം പുരാഹങ്കാരദോഷേണ തപോ നഷ്ടം കിലാവയോ. സംഗ്രാമശ്ചാഭവത്താഭ്യാം ഭാവാഭ്യാമസുരേണ ദിവ്യവർഷസഹസ്രം തു പ്രഹ്ലാദേന മഹാദ്ഭുതം. ദുഃഖം ബഹുതരം പ്രാപ്തം തത്രാവാഭ്യാം സുരോത്തമ. തസ്മാൽ ക്രോധം പരിത്യജ്യ ശാന്തോ ഭവമുനീശ്വര. ശാന്തത്വം തപസോ മൂലം മുനിഭി പരികീർത്തിതം. വ്യാസ ഉവാച ഇതി തസ്യ വച ശ്രുത്വാ ശാന്തോ ഭൂദ്ധർമ്മനന്ദന. ജനമേജയ ഉവാച സംശയോയം മുനിശ്രേഷ്ഠ പ്രഹ്ലാദേന മഹാത്മന. വിഷ്ണുഭക്തേന ശാന്തേന കഥം യുദ്ധം കൃതം പുരാ. കൃതവന്തൗ കഥം യുദ്ധം നരനാരായണാ വൃഷി. താപസൗ ധർമ്മപുത്രൗ ദ്വൗ സുശാന്തമാനസാവുഭൗ
സമാഗമ കഥം ജാതസ്തയോർ ദൈത്യസുതസ്യ ച സംഗ്രാമസ്തു കഥം താഭ്യാം കൃതസ്തേന മഹാത്മനാ പ്രഹ്ലാദോപ്യതിധർമാത്മാ ജ്ഞാനവാൻ വിഷ്ണുതൽപരാ നരനാരായണൗ തദ്വത്താപസൗ സത്വസംസ്ഥിതൗ തേന താഭ്യാം സമുദ്ഭൂതം വൈരം യദി പരസ്പരം തദാ തപസി ധർമ്മേ ച ശ്രമ ഏവ ഹി കേവലം ക്വ ജപ ക്വ തപശ്ചര്യ പുരാ സത്യയുഗേപി ച താദൃശൈർന ജിതം ചിത്തം ക്രോധാഹങ്കാരസംവൃതം ന ക്രോധോ ന ച മാത്സര്യമഹങ്കാരാങ്കുരം വിനാ അഹങ്കാരാൽ സമുൽപ്പന്ന കാമക്രോധാദയ കില വർഷകോടിസഹസ്രം തു തപ കൃത്വാതിദാരുണം അഹങ്കാരാങ്കുരേ ജാതേ വ്യർത്ഥം ഭവതി സർവധാ യഥാ സൂര്യോദയേ ജാതേ തമോരൂപം ന തിഷ്ഠതി. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീജഗദംബികായൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ശ്രീമദ് ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായം 12-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളെ ഭാഷാഗാനമായി വഞ്ചിപ്പാട്ടിൻ്റെ ഇണത്തിൽ പാടി അമ്മയുടെ പാദാരവിന്ദങ്ങളിൽ ഭക്ത്യാദരപൂർവം സമർപ്പിക്കുന്നു. അമ്മേ ശരണം. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. വ്യാസൻ പറഞ്ഞു, ഇത്തരത്തിൽ ചിന്തിച്ചിടും ദീനചിത്തനായിടുന്ന മഹാമുനിയാകും തൻ്റെ സോദരനോട് ധർമ്മപുത്രൻ അനുജനാം നരനും ഹിതത്തെ ചൊല്ലി. നരൻ പറഞ്ഞു, കോപത്തെ അടക്കൂ ഭവാൻ ബുദ്ധിയുള്ളവൻ, ശാന്തനായി അഹങ്കാരം നശിപ്പിക്കൂ. പണ്ടൊരിക്കൽ അഹങ്കാരമല്ലോ തവ തപം മുടക്കി. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ക്രോധാഹങ്കാരങ്ങൾ മൂലം ദൈത്യേന്ദ്രൻ പ്രഹ്ലാദനുമായി 1000 വർഷം യുദ്ധത്തെ ചെയ്യേണ്ടി വന്നു. അതുകൊണ്ടു നിരവധി ദുഃഖങ്ങളും വന്നു ചേർന്നു. ക്രോധം ഉപേക്ഷിക്കൂ, ശാന്തനായി ഇരിക്കൂ. ശാന്തതയാണല്ലോ എന്നും തപസ്സിന്റെ മൂലമെന്നും ശാന്തരായ മുനി ജനം പറഞ്ഞിടുന്നു. വ്യാസൻ പറഞ്ഞു, ഇതു കേട്ടു നാരായണ മുനി താനും ശാന്തനായി. ജനമേജയം പറഞ്ഞു, സംശയം ജനിച്ചിടുന്നു ഭക്തപ്രഹ്ലാദൻ. അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ഭക്തപ്രഹ്ലാദൻ വിഷ്ണു ഭക്തൻ പ്രശാന്താത്മാ
എന്തിനു യുദ്ധത്തെ ചെയ്തു ഋഷിമാരാം അവരെന്തേ യുദ്ധത്തെ ചെയ്തു? ധർമ്മപുത്രർ അവരോ താപസന്മാരും ശാന്തന്മാരും ദൈത്യസൂനുവുമായിട്ടു യുദ്ധമെങ്ങിനെ? പ്രഹ്ലാദനുമായി യുദ്ധം ചെയ്യുവാനും ഹേതുവെന്ത്? പ്രഹ്ലാദൻ ഹരിഭക്തൻ താൻ ധർമ്മിഷ്ഠൻ താനും. നരനാരായണന്മാരോ താപസർ സത്വമൂർത്തികൾ, അവർ തമ്മിൽ വൈരമുണ്ടായെന്നു വരുകിൽ. ധർമ്മവും തപസ്സുമെല്ലാം പാഴ്വേലയോ പണ്ടത്തെയാ? സത്യയുഗത്തിലും തപസ്സെവിടെ പോയി? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ക്രോധാഹങ്കാര മനസ്സു ജയിക്കുവാൻ കഴിഞ്ഞില്ലേ? അഹങ്കാരമില്ലാതെ ഇവ ജനിക്കില്ല. അഹങ്കാരജന്യമല്ലോ കാമക്രോധാദികളെല്ലാം. 1000 വർഷം കഠിന തപം ചെയ്തിട്ടും അഹങ്കാരമുണ്ടായെങ്കിൽ തപം വെറും വ്യർത്ഥമല്ലേ? സൂര്യനുദിച്ചാൽ പിന്നെ ഇരുട്ടുണ്ടാകുമോ? അമ്മേ ദേവി ഭഗവതി, അമ്മേ ലക്ഷ്മി ഭഗവതി, അമ്മേ ഭദ്രേ ഭഗവതി, അമ്മേ ശരണം. ദേവി ശരണം, ലക്ഷ്മി ശരണം, ഭദ്രേ ശരണം, വാണി ശരണം, കാളി ശരണം, ഭദ്രകാളി ശരണം. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. സദാ സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. അമ്മേ നാരായണ, ദേവീ നാരായണ, ലക്ഷ്മീ നാരായണ, ഭദ്രേ നാരായണ. ദേവി നിന്നുടെ ലീലകൾ പലവിധം പാടുന്ന ദിവ്യാമൃതം. ദേവി ഭാഗവതം പുരാണതിലകം ശ്രീവ്യാസസാരസ്വതം. ദേവി വാഴുക എൻ്റെ നാവിലനിശം, വാക്കായി സുഗീതങ്ങളായി. ദേവി നിന്നുടെ പാദപങ്കജമതിൽ വീഴുന്നു മൂകാംബികേ. ദേവി നിന്നുടെ പാദപത്മമതിലായി വീഴുന്നു ജ്ഞാനാംബികേ. ദേവി നിന്നുടെ പാദയുഗ്മമതിലായി വീഴുന്നു ജ്ഞാനംബികേ. ശ്രീമദ് ദേവി ഭാഗവതം അമ്മയെ അറിയാൻ എന്ന അക്ഷരപൂജ ഇന്ന് 345-ാമത്തെ ദിവസത്തിലേക്ക് എത്തിയിരിക്കുന്നു. ദേവി ഭാഗവതം 4-ാമത്തെ സ്കന്ധം 7-ാമത്തെ അധ്യായത്തിൽ 13-ാമത്തെ ശ്ലോകം മുതൽ 25 കൂടിയുള്ള ശ്ലോകങ്ങളാണ് നമ്മൾ ഇന്ന് അനുസ്മരിക്കുന്നത്. അവിടെ നാരായണൻ എന്ന ധർമ്മപുത്രനോട് സഹോദരനായ നരൻ സംസാരിക്കാൻ തുടങ്ങി എന്ന് പറയുകയാണ്. ഇതി സഞ്ചിന്യമാനം തം ഭ്രാതരം ദീനമാനസം. ഇങ്ങനെ ചിന്തിച്ചിരിക്കുന്ന ദീനചിത്തനായ തൻ്റെ സഹോദരനോട് ഉവാചവചനം തഥ്യം നരോ ധർമ്മസുതോനുജ. ധർമ്മപുത്രനും അതേപോലെ നാരായണന്റെ അനുജനുമായിരിക്കുന്ന നരൻ ഉവാചവചനം തഥ്യം,
ആ വേണ്ടതായിട്ടുള്ള ഹിതം, ഏറ്റവും വേണ്ടതായിട്ടുള്ള കാര്യം പറഞ്ഞു. നരൻ പറയുകയാണ്, നാരായണ മഹാഭാഗ കോപം യച്ഛ മഹാമതേ. എന്താ പറഞ്ഞത്? കോപത്തെ അടക്കൂ. കോപം യച്ഛ, മനസ്സിനെ, മനോയച്ഛ അല്ലേ, മനസ്സിനെ അടക്കുക. അങ്ങ് മഹാമതേ എന്നാ വിളിച്ചത്. അങ്ങ് ബുദ്ധിമാനല്ലേ ഹേ നാരായണ, മഹാഭാഗനായിരിക്കുന്ന നാരായണ. ശാന്തം ഭാവം സമാശ്രിത്യ, എന്നിട്ട് എന്ത് വേണം? ശാന്തമായ ഭാവത്തെ കൈക്കൊണ്ട് നാശയാഹങ്കൃതിം പരാം, അഹങ്കാരത്തെ നശിപ്പിക്കൂ. എന്തുകൊണ്ടാ? പുരാ അഹങ്കാരദോഷേണ തപോനഷ്ടം കിലാവയോ. പണ്ട് അഹങ്കാരം എന്ന ദോഷം ബാധിച്ചതുകൊണ്ടല്ലേ നമ്മുടെ തപസ് പോലും നഷ്ടമായത്. സംഗ്രാമശ്ചാഭവത്താഭ്യാം ഭാവാഭ്യാം അസുരേണ. അപ്പം അതുകൊണ്ട് എന്തുണ്ടായി? നമുക്ക് ഈ ക്രോധവും അഹങ്കാരവും വന്നതുകൊണ്ട് ആ ദിവ്യവർഷ സഹസ്രം തു പ്രഹ്ലാദേന മഹാത്ഭുതം, അസുരനായ പ്രഹ്ലാദനുമായി 1000 ദിവ്യ സംവത്സരങ്ങൾ നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നു ഇല്ലേ? ദിവ്യവർഷ സഹസ്രം തു ദുഃഖം ബഹുതരം പ്രാപ്തം തത്രാവാഭ്യാം സുരോത്തമ. അത് മാത്രമല്ല, ഹേ സുരശ്രേഷ്ഠ സുരോത്തമ, അതുകൊണ്ട് നമുക്ക് ബഹുതരം ദുഃഖം പ്രാപ്തം, പലതരത്തിലുള്ള ദുഃഖങ്ങൾ അനുഭവിക്കേണ്ടി വന്നു. തസ്മാൽ ക്രോധം പരിത്യജ്യ ശാന്തോഭവ മുനീശ്വര. അതുകൊണ്ട് ക്രോധത്തെ ഉപേക്ഷിക്കുക, മനസ്സിനെ ശാന്തമാക്കുക. ഹേ മുനീശ്വര, ശാന്തത്വം തപസോ മൂലം മുനിഭി പരികീർത്തിതം. ശാന്തതയാണ് തപസ്സിന്റെ വേര്, മൂലം എന്നുള്ളത് മുനി ശ്രേഷ്ഠന്മാര് മുമ്പേ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വ്യാസം പറയുന്നു, ഇതി തസ്യ വചശ്രുത്വ. ഇങ്ങനെ നരന്റെ വാക്കുകൾ കേട്ടിട്ട് ശാന്തോഭൂത് ധർമ്മനന്ദന, ധർമ്മനന്ദനൻ ധർമ്മപുത്രനായിരിക്കുന്ന ധർമ്മന്റെ പുത്രൻ. അതുകൊണ്ടാണ് ധർമ്മപുത്രൻ എന്ന് പറയുന്നത്. നമ്മള് ഭാരതത്തിൽ കാണുന്ന ധർമ്മപുത്രനല്ല, ഇവിടെ ധർമ്മപുത്രൻ എന്ന് പറഞ്ഞാൽ ധർമ്മന്റെ പുത്രൻ. മറ്റതും അങ്ങനെ തന്നെയാണ്, അദ്ദേഹവും ധർമ്മപുത്രൻ തന്നെയാണ് യുധിഷ്ഠിരൻ. ഇപ്പൊ ഇവിടെ ധർമ്മനന്ദനായിരിക്കുന്ന നാരായണൻ ശാന്തനായി. എന്നിട്ടോ അത് കേട്ട് കഴിഞ്ഞപ്പോ ജനമേജയന് സംശയം ഉണ്ടായി. ഈ 17ാമത്തെ ശ്ലോകത്തിന്റെ ഉത്തരാർത്ഥത്തിൽ ജനമേജയന്റെ വാക്കുകളാണ് ആ 2ാമത്തെ വരി അല്ലെ? സംശയോയം മുനിശ്രേഷ്ഠ പ്രഹ്ലാദേന മഹാത്മന. ഇത് എന്നിൽ വലിയ സംശയം ഉണ്ടാക്കുന്നു. കാരണം മഹാത്മന പ്രഹ്ലാദേന, മഹാത്മാവായ പ്രഹ്ലാദൻ എന്തൊക്കെയാണ്? വിഷ്ണുഭക്തേന ശാന്തേന കഥം യുദ്ധം കൃതം പുരാ. വിഷ്ണുഭക്തനാണ്, ശാന്തനാണ്. അങ്ങനെ ഒരാളുമായിട്ട് എന്തിനാണ് യുദ്ധം ഉണ്ടായത്? കൃതവന്തോ കഥം യുദ്ധം നരനാരായണ ഋഷി. അതേപോലെ നരനാരായണന്മാരാരാണ്? ഋഷികളാണ് അല്ലേ? അപ്പൊ അവർ എന്തിനാണ് യുദ്ധം ചെയ്തത്? താപസൗ ധർമ്മപുത്രൗദൗ സുശാന്തമാനസാവുഭൗ. അവർ രണ്ടുപേരും ധർമ്മന്റെ പുത്രന്മാരാണ്. അതേപോലെ ഏറ്റവും ശാന്തമായ മനസ്സുള്ള ആളുകളാണ്, പ്രശാന്തചിത്തരാണ്, താപസന്മാരാണ്. ഇങ്ങനെയുള്ള ആളുകൾ യുദ്ധം ചെയ്യോ? സമാഗമ കഥം ജാതസ്തയോർ ദൈത്യസുതസ്യച. അപ്പൊ ഇവര് തമ്മിലുള്ള ഈ സംഗ്രാമം, ഈ സമാഗമം, അവരെപ്പോഴാണ് ഇവര് ഈ കൂടിച്ചേർന്നത്? പ്രഹ്ലാദൻ, ദൈത്യസൂനുവായ പ്രഹ്ലാദനും നരനാരായണന്മാരും. സംഗ്രാമസ്തു കഥം താഭ്യാം കൃതസ്ഥേന മഹാത്മന. മഹാത്മാവായ ആ പ്രഹ്ലാദനോട് എന്തിനാണ് ഇവര് യുദ്ധം ചെയ്തത്? പ്രഹ്ലാദോപ്യതിധർമാത്മാ, വളരെ അതിധർമാത്മാവാണ്, ജ്ഞാനവാനാണ്. അതിനേക്കാളൊക്കെ ഉപരി എന്താണ്? വിഷ്ണു തൽപര, വിഷ്ണു ഭക്തനാണ്. നരനാരായണോ തദ്വത് താപസോ സത്വസംസ്ഥിതോ. അതേപോലെ നരനും നാരായണനും താപസന്മാരാണ്, സത്വഗുണം കൂടിയിട്ടുള്ള ആളുകളാണ്, സത്വമൂർത്തികളാണ്. തേന താഭ്യാം സമുദ്ഭൂതം വൈരം യതി പരസ്പരം. അങ്ങനെയെങ്കിൽ അവർ രണ്ടുപേരും ഒരേപോലെ ഭഗവത് ഭക്തന്മാര്. അപ്പൊ അവര് തമ്മിൽ എങ്ങനെയാണ് ഈ പ്രഹ്ലാദനും നരനാരായണൻ തമ്മിൽ വൈരം ഉണ്ടായത്? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇത്രയും ശ്രേഷ്ഠരായിട്ടുള്ള ആളുകൾ തമ്മിൽ പോലും വൈരവും യുദ്ധവും ഒക്കെ ഉണ്ടായിയെങ്കിൽ തഥാ തപസി ധർമ്മേച ശ്രമയേവഹി കേവലം. ഈ ധർമ്മവും തപസ്സും ഒക്കെ വെറും ശ്രമം മാത്രം, വെറും പാഴ്വേല തന്നെയാണെന്ന് പറയേണ്ടി വരും.
പണ്ടത്തെ ആ സത്യയുഗത്തിലും ജപവും തപശ്ചര്യവും എവിടെ? കലിയുഗത്തിലേക്കൊക്കെ എത്തുമ്പോൾ അങ്ങനെ സംഭവിച്ചു എന്ന് വരാം. ഇവിടെ നോക്കൂ, ക്വജപ ക്വ തപശ്ചര്യ പുരാ സത്യയുഗേപി ച താദൃശേ ന ജിതം ചിത്തം ക്രോധാഹങ്കാര സംവൃതം ന ക്രോധോ ന ച മാത്സര്യം അഹങ്കാരാങ്കുരം വിന. ഇപ്പൊ ക്രോധാഹങ്കാരങ്ങൾ വ്യാപിച്ച മനസ്സിനെ അത്തരക്കാർക്ക് ജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അവിടെ പറയാണ് അഹങ്കാരാങ്കുരം വിനാ മാത്സര്യം നച്ച എന്നാണ്. അഹങ്കാരമാകുന്ന മുട്ട, ആ അങ്കുരമില്ലാതെ ക്രോധമോ മാത്സര്യമോ ഉണ്ടാവില്ല. ന ക്രോധോ നച്ച മാത്സര്യം. അപ്പോ അഹങ്കാരാൽ സമുൽപ്പന്ന കാമക്രോധാദയ കില. അഹങ്കാരത്തിൽ നിന്നാണ് കാമവും ക്രോധവും ഉണ്ടാവുന്നത്. വർഷകോടി സഹസ്രം തൂ തപകൃത്വാദിദാരുണം. 1000 കോടി വർഷം അതിഭയങ്കരമായ തപസ് ചെയ്തിട്ടും അവരിൽ പോലും അഹങ്കാരം ഉണ്ടാവുന്നുവെങ്കിൽ, അല്ലേ? ദിവ്യ സഹസ്രം എന്നാണ് പറഞ്ഞത്, അല്ലേ? അപ്പൊ അവിടെ അഹങ്കാരാങ്കുരേ ജാതേ വ്യർത്ഥം ഭവതി സർവഥ. അങ്ങനെയുള്ളവരിൽ പോലും അഹങ്കാരം അങ്കുരിക്കുന്നുണ്ടെങ്കിൽ, പൊടിച്ചു വരുന്നുണ്ടെങ്കിൽ ആ തപസ് വ്യർത്ഥമാണ്. വ്യർത്ഥം ഭവതി, എല്ലാ നിലയ്ക്കത് വ്യർത്ഥമാണ്. ഏത് പ്രകാരത്തിൽ നോക്കിയാലും വ്യർത്ഥമാണ്. ഏതുപോലെ അവിടെ ഒരു ഉപമ പറയുകയാണ്, യഥാ സൂര്യോദയേ ജാതേ തമോരൂപം ന തിഷ്ഠതി. സൂര്യൻ ഉദിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ തമസ്സുണ്ടാവുമോ? അങ്ങനെയെങ്കിൽ അഹങ്കാരം പൊടിച്ചു തുടങ്ങിക്കഴിഞ്ഞാൽ പുണ്യം നിൽക്കില്ല എന്നാണ്. ഇപ്പൊ ഇവർക്ക് സംശയമായത് എന്താ? പ്രഹ്ലാദൻ, നരനാരായണന്മാര് രണ്ടുപേരും വിഷ്ണു ഭക്തന്മാര്, സത്വഗുണപ്രധാനികള്, ശാന്തര്, അങ്ങനെയുള്ള ആളുകളിൽ പോലും ഇത്തരം വൈരമുണ്ടായിയെങ്കിൽ ഈ അഹങ്കാരം ചില്ലറക്കാരനല്ല. ഇത്ര കാലം തപസ് ചെയ്തിട്ടും ഒരു മാറ്റവും വന്നിട്ടില്ല എങ്കിൽ എന്ന് പറയുന്നു വേദവ്യാസന്റെ മുമ്പിൽ പരീക്ഷത്തിന്റെ പുത്രനായ ജനമേജയൻ. ആ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് നമുക്കിനി അടുത്ത ദിവസങ്ങളിൽ കേൾക്കാനുള്ളത്. ഇപ്പോ അമ്മയുടെ പാദത്തിൽ ഈ അക്ഷരങ്ങളെ സമർപ്പിക്കുന്നു. സർവത്ര ദേവീ നാമ സങ്കീർത്തനം ശ്രീ മഹാദേവ്യൈ നമഃ. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു, ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവി ഭാഗവതം പുണ്യം ഭഗവതി തന്റെ കഥ. ദേവന്മാരും കീർത്തിച്ചിടും അമ്മേ നിൻ ലീല. ഭദ്രേ അത്ഭുതമാം ലീല. ആരതിയൊഴിയുന്നു അമ്മേ, ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കഥനമൊഴിഞ്ഞിടാൻ അമ്മേ വദനം കാണേണം. സദയം നിന്നുടെ രൂപം ഞങ്ങൾ ആരതിയൊഴിയുന്നു. ലക്ഷ്മി ആരാധിക്കുന്നു. ആരതിയൊഴിയുന്നു
അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം പതിയേ. കൂപ്പിയ കൈകൾ പോൽ എരിയും കർപ്പൂരം തനിയേ. കാക്കുക നീയൻ ജീവിത നൗകയെ കരുണാസാഗരമേ. ദേവി ആരതിയൊഴിയുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കലിയുഗകാലത്തിൽ അമ്മേ കണ്ണീർ മാഞ്ഞിടാ. കരുണാമൃതവർഷിണിയാം ദേവി കാൽക്കൽ വീഴുന്നു. ഞങ്ങൾ കാലിണ കഴുകുന്നു. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. ജയ ജഗദീശ്വരിയേ ദേവി ജയ ജഗദീശ്വരിയേ. ജയ ജയ ഭാർഗവി മാധവി ഭദ്രേ ജയ ജഗദീശ്വരിയേ. അമ്മേ ജയ ജഗദീശ്വരിയേ. ആരതിയൊഴിയുന്നു. അമ്മേ ആരതിയൊഴിയുന്നു. അഴലുകളൊഴിയാൻ അമ്മേ നിന്നെ ആരതിയൊഴിയുന്നു. ഞങ്ങൾ ആരാധിക്കുന്നു. യദക്ഷരപദഭ്രഷ്ടം മാത്രാഹീനം തു യദ്ഭവേൽ തത്സർവം ക്ഷമ്യതാം ദേവി നാരായണ നമോസ്തുതേ. വിസർഗബിന്ദുമാത്രാണി പദപാദാക്ഷരാണി ച ന്യൂനാനി ചാതിരിക്താനി ക്ഷമസ്വ പുരുഷോത്തമ. മന്ത്രഹീനം ക്രിയാഹീനം ഭക്തിഹീനം മഹേശ്വരി യൽപൂജിതം മയാ ദേവി പരിപൂർണം തതസ്തുതേ. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീഷാ. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ലോകാഃ സമസ്താഃ സുജനാ ഭവന്തു. ലോകാഃ സമസ്താഃ ത്വൽഭക്തിരതാ ഭവന്തു. സർവേ ഭവന്തു സുഖിനഃ. സർവേ സന്തു നിരാമയാ. സർവേ ഭദ്രാണി പശ്യന്തു. മാ കശ്ചിൽ ദുഃഖഭാഗ് ഭവേൽ. അസതോ മാ സദ്ഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. സ്വസ്ത്യസ്തു തേ കുശലമസ്തു ചിരായുരസ്തു. ഗോത്രാഭിവൃദ്ധി ധനധാന്യ സമൃദ്ധിരസ്തു. ഐശ്വര്യമസ്തു ബലമസ്തു രിപുക്ഷയോസ്തു. വംശേ സദൈവ ഭവതാം ഹരിഭക്തിരസ്തു. സർവത്ര ദേവീനാമസങ്കീർത്തനം. ശ്രീമഹാദേവ്യൈ നമഃ.